നെൽകർഷകർ കോട്ടയം പാഡി ഓഫീസ് ഉപരോധിക്കുകയാണ്. നെൽ സംഭരണ കിഴിവ് കൊള്ള അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് പാഡി ഓഫീസ് ഉപരോധം. നെൽ കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. ഇപ്പോൾ 13 ദിവസമായിട്ട് എടുത്തിരിക്കുന്ന നെല്ല് ഏതാണ്ട് 15 കിലോയോളം കിഴിവ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിനു മുമ്പായിട്ട് ഒരു പാടശേഖരത്ത്, പ്രത്യേകിച്ചും നമ്മുടെ തിരുവാർപ്പ് കൃഷിഭവന്റെ പേടത്തിലുള്ള പാടശേഖരത്ത് 34 ദിവസമായിട്ട് നെല്ല് കൊയ്തിട്ടിരിക്കുകയാണ്. ആ കൊയ്തിട്ട് നെല്ല് കുറച്ച് സംഭരിച്ചുകൊണ്ട് പോയി, ബാക്കി സംഭരിച്ചിട്ടില്ല. അന്ന് 2 കിലോ പറഞ്ഞ് കിഴിവ് എഗ്രിമെന്റ് ഉണ്ടാക്കി സംഭരിച്ചു പോയിട്ട് ബാക്കി നെല്ല് സംഭരിക്കാതെ ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് ഇപ്പം വന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് 22 കിലോ കിഴിവാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? അഞ്ജന അനിൽകുമാർ വിവരങ്ങളുമായി. അഞ്ജന, ഇപ്പോൾ നെൽ കർഷക സംരക്ഷണ സമിതി ഇപ്പോൾ ഉപരോധം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തൊക്കെ ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്? സ്മൃതി, കോട്ടയം ജില്ലയിലെ നെൽകർഷകരുടെ അവസ്ഥ നിലവിൽ അതിദയനീയമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത്രയധികം ദിവസമായി വളരെയധികം പരിതാപകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ജില്ലയിലെ കർഷകർ കടന്നുപോകുന്നത്. ഈ തിരുവാർപ്പ് കൃഷിഭവന്റെ പരിധിയിൽ വരുന്ന നിരവധി പാടശേഖരങ്ങളുണ്ട്, ചെറുതും വലുതുമായ പാടശേഖരങ്ങളുണ്ട്. ഇവിടെയെല്ലാം തന്നെ പാതി നിലയിൽ നെൽ സംഭരണം നിലനിൽക്കുകയാണ്. ബാക്കി നെൽ സംഭരണം ഒന്നും തന്നെ പൂർത്തിയാക്കിയിട്ടില്ല. ഇപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നുമായി കോട്ടയം ജില്ലയിൽ വ്യാപകമായി മഴയുണ്ടായിരുന്നു. ഈ മഴയിൽ സംഭരിച്ച നെല്ല് എല്ലാം തന്നെ നശിച്ചിട്ടുമുണ്ട്. ഏകദേശം 30 ദിവസത്തിലധികമായി ഈ പാടശേഖരങ്ങളോട് ചേർന്ന് നെല്ല് കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ചോദിക്കുന്ന കിഴിവ് അത് കർഷകർക്ക് താങ്ങാൻ കഴിയുന്നതല്ല. 22% കിഴിവാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഈ ഒരു അനാസ്ഥയ്ക്കെതിരെയാണ് ഇപ്പോൾ കർഷകർ കോട്ടയം പാഡി ഓഫീസ് ഉപരോധിച്ചത്. രാവിലെ 11:00 കൂടിയാണ് കർഷകർ എല്ലാവരും തന്നെ കൂട്ടമായി എത്തി ഈ കിഴിവ് കൊള്ളയ്ക്കെതിരെ ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇങ്ങനെയുള്ള സമീപനമാണ് ജില്ലയിലെ കർഷകർക്കെതിരെയുള്ളതെങ്കിൽ കൂടുതൽ ശക്തമായ ഉപരോധവുമായി മുന്നോട്ട് പോകാനാണ് കർഷകർ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിലനിൽക്കുന്ന നെൽക്കൊള്ള നിലനിൽക്കണം, നെൽക്കൊള്ള അവസാനിപ്പിക്കണമെന്നും ഈ കിഴിവിൽ ഒരു ന്യായമായ ഒരു ഇടിവ് കൊണ്ടുവരണം എന്നതുമാണ് അവരുടെ ആവശ്യം. കൂടാതെ നിലനിൽക്കുന്ന